ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായ കഥ അറിയാം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ ദ്വാരക 7-ാം ദിവസം സമുദ്രത്തിനടിയിലായി. ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലടിച്ചു പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ അപ്പോൾ തന്റെ ദിവ്യവിഗ്രഹം കടൽവെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു. തുടർന്ന് വിഗ്രഹം എടുക്കുവാനായി വായുദേവനെ വിളിച്ചു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി അവർ ആകാശമാർഗേണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. അതിനിടയിൽ അവർ ആകാശത്തുനിന്ന് ആ അദ്ഭുത കാഴ്ച കണ്ടു. പാർവതീപരമേശ്വരന്മാർ ആനന്ദതാണ്ഡവനൃത്തമാടും. ആ കാഴ്ച കണ്ട് അവർ താഴെയിറങ്ങി. ഇരുവരും പാർവതീപരമേശ്വരന്മാരെ വന്ദിച്ചു. ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം വിവരിച്ചു കൊടുത്തു. ഇത് കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു ഒരു മഹാക്ഷേത്രം പണികഴിപ്പിച്ചു. ബൃഹസ്പതിയും വായുദേവനും താന്ത്രിക വിധി പ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു. ഈ മംഗളമുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ നിന്ന പാർവതീപരമേശ്വരന്മാർ അടുത്തുതന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണുപ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി.